بسم الله الرحمن الرحيم ولله الحمد. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. الله أكبر الله. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രിയങ്കരായ സഹോദരങ്ങളെ, 29 രാവുകളും പകലുകളും കടന്ന് മനസ്സും ശരീരവും പൂർണാർത്ഥത്തിൽ വിശുദ്ധമാക്കി പുതിയ മനുഷ്യരായി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തേക്ക് കടന്നു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ശഅബാനിലെ നമ്മളല്ല ഇപ്പോൾ നമ്മളെന്ന് നമുക്കറിയാം. നമ്മുടെ മനസ്സു നിറയെ എന്തോ നേടിയെടുത്ത സംതൃപ്തിയാണ്. ആ സംതൃപ്തി നമ്മളുടെ ഈ സമുദായത്തിലെ ഓരോ മക്കളുടെയും കണ്ണുകളിൽ
പ്രകാശമായി തെളിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ആ സംതൃപ്തി നേടിയെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ആ ഒരു തിരിച്ചറിവാണ് സത്യത്തിൽ ഈദുൽ ഫിത്തറിന്റെ സന്ദേശമായി വരേണ്ടത്. നമുക്കെന്തോ ഒരു ലക്ഷ്യം നേടാനുണ്ടായിരുന്നു. ആ ലക്ഷ്യം നേടുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് ആവശ്യമായത് കഴിവിന്റെ പരമാവധി സ്വന്തമാക്കിയതോടൊപ്പം ആ ലക്ഷ്യത്തിന് വിഘാതമായേക്കാൻ ഇടയുള്ള കാര്യങ്ങളിൽ നിന്ന് പോലും മനഃപൂർവ്വം നമ്മൾ മാറി നിന്നു. ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു, കുടിക്കാനുണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, ആരും തടയാനുണ്ടായിരുന്നില്ല നമ്മളെ. പക്ഷെ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം മോഹിച്ച് അല്പമൊക്കെ രോഗങ്ങളുണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും പ്രായാധിക്യമുണ്ടെങ്കിലും അത് സഹിക്കാൻ നമ്മൾ തയ്യാറായി. സന്തോഷത്തോടുകൂടി അള്ളാഹുവിലേക്കുള്ള ഈ യാത്രയിൽ ആവശ്യമില്ലാത്തത് ഒഴിവാക്കിയത് കൊണ്ടുണ്ടായ മാനസികമായ സംതൃപ്തിയും വികാസവുമാണ് നോമ്പിന്റെ ഫലമായി നമുക്കുള്ളത്. നമ്മൾ ഉപേക്ഷിച്ചത് ഇതുവരെ നമ്മളുടെ കൂടെ കൊണ്ടു നടന്നിരുന്ന കുറേയേറെ ശീലങ്ങളും സ്വഭാവങ്ങളും സമ്പ്രദായങ്ങളുമായി. ആരോടൊക്കെയോ എന്തിൻ്റെയൊക്കെയോ പേരിൽ ചെറുതും വലുതുമായ വഴക്കുകൾ ഉണ്ടായിരുന്നു, എല്ലാം അവസാനിപ്പിച്ചു. ആരൊക്കെയാണോ നമ്മുടെ സഹായം ആവശ്യപ്പെടുന്നത് അവരെയൊക്കെ കണ്ടറിഞ്ഞ് കഴിവിന്റെ പരമാവധി സന്തോഷത്തോടു കൂടി സഹായിച്ചു. ഒരാളുടെ കഷ്ടപ്പാട് നമുക്ക് കേൾക്കാൻ സഹിക്കാൻ കഴിയാത്ത കാലമായിരുന്നു. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. ഒരാൾ തൻ്റെ കൂട്ടുകാരനെ, ചങ്ങാതിയെ, തൻ്റെ നാട്ടുകാരനെ സഹായിക്കാൻ തയ്യാറായാൽ അള്ളാഹു അയാളെയും സഹായിച്ചുകൊണ്ടേയിരിക്കും. കഷ്ടപ്പാടുള്ളവന്റെ വസ്ത്രമില്ലാത്തവന് വസ്ത്രം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം, എല്ലാം നമ്മൾ എത്തിച്ചു കൊടുത്തു. ഒരാളുടെ കഷ്ടപ്പാട് തീർന്നു എന്നറിഞ്ഞപ്പോൾ നമുക്കുണ്ടായ സന്തോഷത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഈമാൻ. അതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഫറജ കുർബതൻ മിൻ കുറബി ദുനിയ ഫറജല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരാൾ മറ്റൊരാളുടെ ഒരു കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ പകരമായി പരലോകത്ത് അയാൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു കഷ്ടപ്പാടിനെ അള്ളാഹു അയാളിൽ നിന്നും ഇല്ലാതാക്കി കൊടുക്കും എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ. യർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ചുറ്റുപാടുകളോട് കരുണയുള്ളവരാകുവീൻ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് അള്ളാഹുവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സകല ലോകത്തിനും കാരുണ്യമായിട്ടാണ് പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനത്തെ അക്ഷരാർത്ഥത്തിൽ കഴിവിന്റെ പരമാവധി നടപ്പിലാക്കി മനസ്സും ശരീരവും നാവും ദിക്റുകളാൽ മുഖരിതമായി വിശുദ്ധ ഖുർആൻ പലയാവർത്തി ഓതിത്തീർത്ത് യഥാർത്ഥ മുസൽമാൻ ആരാണെന്ന് സ്വയം ബോധ്യപ്പെട്ട ഈ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും അപകടകാരികളോ തീവ്രവാദികളോ മൗലികവാദികളോ ഭീകരന്മാരോ ആവില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടതോടൊപ്പം ചുറ്റുപാടുകളെ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ച കാലമാണ് പ്രിയപ്പെട്ടവരെ റമദാൻ. അത് തന്നെയാണ്, അത് റമദാനായതുകൊണ്ടല്ല, പിന്നെയോ റബ്ബിലേക്ക് നടന്നെടുക്കാനുള്ള വഴി ഇതാണ്. ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ജീവിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്നത് എന്ന് സ്വയം ബോധ്യപ്പെട്ട, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ച കാലത്താണ് നമ്മളുള്ളത്. അകന്നുപോയിരുന്ന കുടുംബങ്ങൾ അടുത്തു വന്നു. പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് പ്രയാസങ്ങൾ അവസാനിപ്പിച്ചു. സത്യത്തിൽ കുടുംബബന്ധം പുലർത്തുക എന്നത്
ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച മഹത്തായ പുണ്യങ്ങളിൽ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചേർന്ന് നിൽക്കാനുള്ള കണ്ടീഷനായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുമാണ്. അലാ അസ്ലു മൻ വസലക്കി വ അഖ്തഉ മൻ ഖതഅക്കി. കുടുംബബന്ധമേ നിന്നെ ചേർക്കുന്നവരോട് ഞാൻ ചേർന്ന് നിൽക്കാം. ആരാണോ നിന്നെ മുറിച്ചു മാറ്റുന്നത്, വെട്ടിമാറ്റുന്നത്, അവരോട് ഞാൻ എൻ്റെ ബന്ധവും മുറിച്ചു മാറ്റും, വെട്ടിമാറ്റും എന്നല്ലാഹു പഠിപ്പിച്ചത്. അത് റമളാനിൻ്റേത് മാത്രമല്ല, നന്മകളുടെ പൂക്കാലമായ നന്മകളിൽ നിന്നൊരു പുതിയ ലോകത്തേക്ക് കടന്നു വരുന്ന മുസൽമാൻ എല്ലാ കാലവും പുലർത്തേണ്ടുന്നതാണ്. പെരുന്നാൾ ദിവസങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലും ഒക്കെ പോയി ബന്ധങ്ങളൊക്കെ പുതുക്കി എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാവർക്കും സന്തോഷം പകർന്നിരുന്നു എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുക, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബത്തുൻ അസ്ലുഹും വയഖ്തഊനി. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ദൂതരെ, എനിക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്. അസ്ലുഹും വയഖ്തഊനി, ഞാൻ അവരോട് എത്രമാത്രം അടുത്ത് നിൽക്കാൻ ശ്രമിച്ചാലും അവരതിനനുസരിച്ച് അകന്നുപോയിക്കൊണ്ടേയിരിക്കും. അവര് അകന്നുപോയിക്കൊണ്ടേയിരിക്കും. വഉസ്നു ഇലൈഹിം വഹും യുസീഊന ഇലയ്യ, ഞാൻ അവർക്ക് എത്ര നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതെല്ലാം സ്വീകരിക്കുന്നതോടൊപ്പം എനിക്ക് വേണ്ടി എന്നോട് കഠിനമായി കഴിയുന്ന ഉപദ്രവങ്ങളൊക്കെ അവർ ഉണ്ടാക്കും. വഅഹ്ലുമു ഇലൈഹിം, ഞാൻ അവരോട് വളരെ വിനയത്തോടെ വിവേകത്തോടെ വളരെ നോക്കി കണ്ടുമൊക്കെ അടുക്ക നോക്കും. പക്ഷേ വഹും യജ്ഹലൂന ഇലയ്യ, അവരെന്തെല്ലാമാണോ വൃത്തികേടുകൾ എനിക്കെതിരെ ചെയ്യാൻ കഴിയുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരക്കാരോട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത, താങ്കൾ ഇപ്പറഞ്ഞതാണ് സത്യമെങ്കിൽ, ഇപ്പറഞ്ഞതൊക്കെയാണ് സത്യമെങ്കിൽ, സംഗതി ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, അവർക്കൊരു അസ്വസ്ഥതയുണ്ടാകും എക്കാലവും. അതോടൊപ്പം വലാ യസാലു മഅക മിനല്ലാഹി റഖീറൻ അലൈഹിം, അല്ലാഹുവിന്റെ മലക്കുകൾ താങ്കൾക്ക് സഹായികളായും ഉണ്ടാകും. മാ ദുംത അലാ ദാലിക്, താങ്കൾ ഇതേ നിലപാട് തന്നെ തുടരണം. ആരെന്തൊക്കെയായാലും ഞാൻ മുസൽമാനാണ്, എനിക്ക് എൻ്റെ വിശുദ്ധ ഖുർആനാണ് വലുത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വലുത്, അവിടുന്ന് പഠിപ്പിച്ചതാണ് എൻ്റെ ജീവിത മാർഗം, ജീവിത രീതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. വഴക്കില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, ശത്രുതയില്ലാത്ത, വൃത്തികേടില്ലാത്ത, മാലിന്യമില്ലാത്ത മനസ്സ് നിലനിർത്താൻ കഴിയുന്നിടത്താണ് റമളാൻ സഫലമാവുക, റമളാൻ സംതൃപ്തമാവുക, റമളാൻ പ്രതിഫലാർഹമാവുക, നമുക്ക് ഈ സമുദായത്തിൽ അന്തസ്സുള്ള ഒരു അസ്തിത്വം നേടിയെടുക്കാൻ സാധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം റമളാൻ കഴിഞ്ഞു വരുന്ന ഈദുൽ ഫിത്തർ നമുക്ക് സന്തോഷത്തിൻ്റെതാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ വർഷത്തെ റമളാനിന്റെ പ്രത്യേകത 3-4 മേഖലകളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഒന്ന്, നമ്മുടെ മക്കൾ, നമ്മുടെ യുവാക്കൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ലഹരിയുടെ അടിമകളായി കൊണ്ടിരിക്കുന്നു. എവിടെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു തരത്തിലേക്ക് നമ്മുടെ തലമുറ പ്രായ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇബാദത്തുകൾ കൊണ്ട് നേടിയെടുക്കുന്ന തഖ്വ നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല. അൽ ഇസ്ലാമു അലാനിയ, ഇസ്ലാമിന്റെ സിംബലുകളെ പ്രകടമായി മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ വല്ലീമാനു ഫിൽ ഖൽബ്, ഈമാൻ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. അത്തഖ്വ ഹാഹുനാ, മനസ്സ് നന്നാക്കി തീർക്കുക.
നമ്മളോ നമ്മുടെ കുട്ടികളോ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാളും ഇത്തരമൊരു മാരകമായ ആപത്തിലേക്ക് പോകുന്നില്ല എന്ന്, ഇത്തരമൊരു മാരകമായ റാക്കറ്റിന്റെ പിടിയിൽ അകപ്പെടുന്നില്ല എന്ന് ജാഗ്രത കാണിക്കാനുള്ള കാലം കൂടിയാണ് നമുക്ക് ഈ റമദാൻ നേടിത്തന്ന തഖ്വ കൊണ്ട് നേടിയെടുക്കേണ്ടത്. രണ്ടാമത്തെ മേഖല, നമ്മളിങ്ങനെ സന്തോഷിക്കുന്നു, പുത്തനുടുപ്പ്, പുതുവസ്ത്രം, ഏറ്റവും മികച്ച ഭക്ഷണമൊക്കെ തയ്യാറാക്കി നമ്മൾ ഈ വിനോദയാത്ര പോകാനൊക്കെയുള്ള പരിപാടികൾ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഫിലിസ്തീൻ, അവിടെയുള്ള മക്കൾ, ആ സഹോദരിമാർ, അവിടെയുള്ള വൃദ്ധന്മാർ, അവിടെയുള്ള രോഗികൾ, അവർക്ക് നോമ്പിനും നോമ്പാണ്, അവർക്ക് ഇന്നും നോമ്പാണ്, അവർക്ക് കുറെ കാലമായിട്ട് രാവും പകലും നോമ്പാണ്. ഏത് സമയവും ആ ഇസ്രായേലിന്റെ, ജൂതായിസത്തിന്റെ, സയണിസത്തിന്റെ, അവരുടെ പിന്തുണക്കുന്ന മഹാശക്തികളുടെ, സൈനിക ശക്തികളുടെ കൊടിയ ആക്രമണത്തിന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരോട് താതാത്മ്യപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം അറിയുക, നമ്മൾ ഏതൊരു സമയത്തും ഈ പരീക്ഷണമൊക്കെ നമ്മുടെ കൂടെയും നമുക്കും ഉണ്ടായേക്കാം. ഭയപ്പാടുള്ളവരാവുക. അതുകൊണ്ട് പെരുന്നാൾ ആഘോഷത്തിൻ്റെതാണ്, പക്ഷെ ആർഭാടങ്ങളുടേതല്ല, ആഭാസങ്ങളുടേതല്ല, അനാവശ്യങ്ങളുടേതല്ല, വൃത്തികേടുകളുടേതല്ല. ഇതൊരു ഇബാദത്ത് കൊണ്ട് നേടിയെടുത്ത ഈമാനിന്റെ പ്രകടനമാണ് ഉണ്ടാവേണ്ടത്, പ്രഘോഷണമാണ് ഉണ്ടാവേണ്ടത്. മൂന്നാമത്തെ മേഖല, നമുക്കറിയാം, ഇന്നോ നാളെയോ എന്ത് വില കൊടുത്തും രാജ്യത്തിന്റെ നിയമത്തിൽ തന്നെ മാറ്റം വരുത്താനുള്ള ശ്രമം ഗവൺമെന്റ് തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വഖഫ് സ്വത്തുക്കൾ ആർക്കും കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കും അത് ഇഷ്ടം പോലെ സർക്കാരിലേക്ക് പോകാനുള്ള ബില്ല് പാസ്സാക്കാനുള്ള സാഹചര്യത്തിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന 4 ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സമുദായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു കാലം വരും, അക്കാലത്ത് വിശന്ന് വലയുന്നവരുടെ കൈകളിൽ എത്തിപ്പെട്ട ഭക്ഷണപാത്രത്തിലേക്ക് അവർ കൈയിട്ട് മാന്തുന്നത് പോലെ നിങ്ങളെ, ഈ സമുദായത്തെ മറ്റുള്ളവർ കൈയിട്ട് മാന്തുന്ന ഒരു കാലം വരും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അമിൻ ഖില്ലതി അദദിഹിം യാ റസൂലല്ലാഹ്, ദൂതരെ, അന്ന് ഈ സമുദായത്തിൽ അംഗസംഖ്യ കുറവായിട്ടായിരിക്കുമോ എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അല്ല, വഹും കസീറൂൻ, അവർ കോടിക്കണക്കിനുണ്ടാകും. പക്ഷേ വഹും ഉസാഉൻ കഉസാഇസ് സൈൽ, അവർ മഴവെള്ളപ്പാച്ചിലിലെ ചണ്ടിമുണ്ടാരങ്ങൾ പോലെ ഇസ്സത്തില്ലാത്ത, ഈമാനില്ലാത്ത, തഖ്വയില്ലാത്ത, തൗഹീദില്ലാത്ത, സുന്നത്തില്ലാത്ത കേവല മുസൽമാന്മാർ മാത്രമായിരിക്കും. അവർക്ക് മേലാണ് അശനിപാതം പോലെ സകലമാന ആപത്തുകളും ആപതിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ചണ്ടിമുണ്ടാരങ്ങളല്ലാതെ ഉൾക്കാമ്പുള്ള വിശ്വാസികളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആരോടും പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സ് നിലനിർത്തുന്നതോടൊപ്പം ലോകത്ത് കഷ്ടപ്പെടുന്ന മുഴുവൻ മനുഷ്യരോടും നമ്മുടെ മനസ്സും നമ്മുടെ പ്രാർത്ഥനയും അവർക്ക് കൂടി പങ്കുവെക്കുന്നതോടൊപ്പം ഒരു തരത്തിലുള്ള ദുസ്വഭാവങ്ങളിലേക്കും ലഹരിയിലേക്കും നമ്മളും നമ്മുടെ മക്കളും പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരമൊരു വിശുദ്ധമായ മനസ്സ് നിലനിർത്തി ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള ഊർജം സമ്മാനിക്കുന്നതായി തീരണം നമുക്ക് ഈ റമദാൻ എന്നത് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്നേഹത്തിന്റെ കാലമാണ്, കാരുണ്യത്തിന്റെ കാലമാണ്, സൗഹാർദ്ദത്തിന്റെ കാലമാണ്, ആരാധനയുടെ കാലമാണ്, ആഘോഷത്തിന്റെ ദിവസമാണ് നമുക്ക് പെരുന്നാൾ. ഇതെല്ലാം ദുനിയാവിൽ ഒരുപാട് കാലം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുകയും അതോടൊപ്പം നമ്മുടെ പരലോകം ഏറ്റവും മികച്ച വിജയത്തിൻ്റെതാക്കി കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മളും ഈ സമുദായവും ലോകത്തെവിടെയാണെങ്കിലും അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്നും, അതിക്രമങ്ങളിൽ നിന്നും, ക്രൂരതകളിൽ നിന്നും റഹ്മാനായ റബ്ബ് ഈ സമുദായത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. ദീനിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ലോകത്തുള്ള മുഴുവൻ മുസൽമാന്മാരുടെയും
പ്രാർത്ഥന റഹ്മാനായ റബ്ബേ നീ സ്വീകരിക്കണമേ നാഥ. ആ കുഞ്ഞുമക്കളുടെ, ആ സഹോദരിമാരുടെ, ആ വൃദ്ധന്മാരുടെ കണ്ണുനീര് കണ്ടില്ല എന്ന് നടിക്കുന്ന ലോകത്തെ വൻ ശക്തികള് അവർക്ക് മേൽ ഇസ്ലാമിന്റെ ഇസ്സത്ത് നീ പ്രകടിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കലിമത്തു തൗഹീദിനു വേണ്ടി ഉറച്ചു നിൽക്കാൻ പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുത്ത ഈമാനും തഖ്വയും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്താൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഒരു തരത്തിലുള്ള ലഹരിയുടെയും ഒരു തരത്തിലുള്ള അതിക്രമത്തിന്റെയും പിന്നാലെ പോകാത്ത ഏറ്റവും മെച്ചപ്പെട്ട ഈമാനും തഖ്വയും ഉള്ളവരാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈമാനും തഖ്വയുമുള്ള ഇബാദത്തുകളിൽ മുഴുകിയ ഞങ്ങൾ നേടിയ വിശുദ്ധി ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തി എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും നിന്റെ ഇഷ്ടദാസന്മാരായി മരിക്കാനും ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാനും ഞങ്ങൾക്ക് തൗഫീഖ് ഏകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم إنا نسألك خير الدنيا والآخرة ونعوذ بك من خزي الدنيا وعذاب الآخرة. اللهم اشفي أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم اعتق رقابنا ورقاب آبائنا ورقاب أمهاتنا ورقاب من أوصانا بالدعاء يا شافي الأمراض يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. ربنا تقبل منا صيامنا وقيامنا وصلاتنا وصدقاتنا وصالح أعمالنا إنك أنت السميع العليم. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على نبينا وحبيبنا محمد الأمين وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله. സഹോദരങ്ങളെ, നമ്മൾ കേരളത്തിലാകമാനം നമ്മൾ നടത്തുന്ന എഴുതുകാവുകളിലും ഈ പെരുന്നാൾ കുത്തപ്പ പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിനുശേഷം ലഹരിക്കെതിരെ ഒരു പ്രതിജ്ഞ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെയും നടക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഒരു മിനിറ്റ് വെയിലാണ് പെട്ടെന്ന്. ലഹരിയുടെ ഉപയോഗം വ്യക്തിയെ മാത്രമല്ല അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാനവരാശിയെ നശിപ്പിക്കുന്ന വിപത്താണെന്ന് എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആകയാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ ഞാൻ സ്വമേധയാ പങ്കാളിയാകും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടഞ്ഞ് ലഹരിമുക്ത നാടിനായി പരിശ്രമിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരിയുമായോ അത് ഉപയോഗിക്കുന്നവരുമായോ യാതൊരു തരത്തിലുള്ള ബന്ധവും എനിക്കുണ്ടാവുകയില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങളെയും ഞാൻ ന്യായീകരിക്കുകയില്ല എന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അക്ബർ.